ഇപ്പൊ പൊതുവെ ഇപ്പൊ നമ്മൾ പറയല്ലോ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കൾച്ചർ ഉള്ളത്. അപ്പൊ ഈ അന്ധവിശ്വാസങ്ങൾ അതിന്റെ ഒരു പാർട്ടാണ്. പല പൂജകള് അല്ലെങ്കിൽ പല കാര്യങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രഞ്ജിതൻ ഒരു ദൈവവിശ്വാസിയും കൂടിയാണ്. അപ്പൊ അതിൽ അന്ധവിശ്വാസം എന്നുള്ളൊരു സംഭവത്തിനെ പറ്റി എന്താ പറയണത്? തീർച്ചയായും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ദൈവവിശ്വാസിയാണ്. അപ്പം നമുക്ക് നോക്കാം, പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റിവിറ്റിയാണ് ദൈവം എന്ന് സങ്കല്പിക്കുന്നതല്ല സത്യം. കാരണം പുള്ളി ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഈ ശക്തിയാണ് ഈ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തത്, ഈ ഭൂമിയെ ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ ജീവന് വേണ്ട എല്ലാ സാഹചര്യങ്ങളുമായിട്ടുള്ള വായു, വെള്ളം, അല്ലെ, എല്ലാ കണികകളും ഇവിടെ സൃഷ്ടിച്ച് നമുക്ക് തന്നു. അപ്പം പുള്ളി എന്തായാലും ഡിസ്ട്രക്ടർ അല്ല, ക്രിയേറ്ററാണ്. എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നു. എന്നാൽ ന്യൂക്ലിയർ ബോംബ് കണ്ടുപിടിക്കുന്ന ആരാ? നമ്മൾ അല്ലേ? ഭയങ്കര ബങ്കർ ബസ്റ്റർ മിസൈലുകൾ അല്ലെങ്കിൽ കൂടെയുള്ള സഹോദരങ്ങളെ ഏത് രീതിയിൽ നശിപ്പിക്കാമെന്നുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ സഹോദരനല്ല ഞാൻ പറഞ്ഞത്, ഉദ്ദേശിച്ച് ലോകരാജ്യങ്ങൾ. ലോക സംസ്ഥ സുഖിനോ ഭവന്തു ആണ് എൻ്റെ പ്രിൻസിപ്പിൾ. പക്ഷെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വെപ്പൺ ആയുധങ്ങളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? അതിൽ ചിലരുണ്ടാക്കി വെച്ചിരിക്കുന്ന ജൈവായുധം എന്ന് പറയുന്ന ആയുധമാണ്. എന്ന് പറഞ്ഞാൽ ആ ജൈവായുധം പൊട്ടിച്ചു കഴിഞ്ഞാൽ വൈറസുകളും മാരകമായ ബാക്ടീരിയകളും രോഗങ്ങൾ കൊണ്ട് നിറച്ച് എതിർ രാജ്യത്തിലുള്ള വ്യക്തികളുടെ രോഗികളാക്കി. ഇപ്പൊ കൊറോണ വൈറസ് വന്നതുപോലെ കംപ്ലീറ്റ് നശിപ്പിക്കുക. ഇതൊരു ഈവിൾ ഇഫക്റ്റ് ആണ്, അല്ലേ? അതിനൊരു ദൈവിക ഇഫക്റ്റ് എന്ന് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ട് ഇപ്പൊ എന്റെ വീട്ടിൽ പറയുകയാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, മുടി ജീവം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിലേക്ക് വരികയാണ്. അപ്പൊ നമ്മുടെ കുറെ വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ എപ്പോഴും നല്ലതിന് വേണ്ടിയാണ്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന കുറെ എണ്ണം ഈ വിശ്വാസം ഓവറായി പോകുമ്പോൾ ഓവറായ പ്രോബ്ലമാണ്. ഒരു ദൈവിക ശക്തിയുണ്ട്, നമ്മുടെ എല്ലാവരുടെയും തിരിച്ചുപോക്ക് ആ യൂണിവേഴ്സൽ ഫ്ലോയിലേക്കാണ്. യൂണിവേഴ്സൽ ഒരു ഫ്ലോ ആണ്, നമ്മളൊരു എനർജി കണ്ടന്റ് ആണ്. നമ്മുടെ തലയ്ക്കകത്ത്, നമ്മുടെ ബോഡിക്കകത്ത് ഒരു എനർജി ഉണ്ട്, ഊർജം. ആ ഊർജം നമ്മൾ മരിച്ചു എന്ന് പറയുന്ന സമയത്ത്, ഏതൊരു വ്യക്തി മരിച്ചു എന്ന് പറയുമ്പോഴും ആ ഊർജം നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഈ പോകുന്ന ഊർജം അൾട്ടിമേറ്റ് ഊർജത്തിലേക്ക് ലിങ്ക് ചെയ്യണം. ആ അൾട്ടിമേറ്റ് ഊർജത്തിലേക്ക് ലിങ്ക് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിൾ കോമൺ സെൻസ് മതി. ആ അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്നതും നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ഊർജവും സെയിം വേവ് ലെങ്ത്, സെയിം മാച്ചിങ് ആയിരിക്കണം, വേണ്ടേ? ആ അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുകയും പോസിറ്റിവിറ്റി നിറഞ്ഞതും എല്ലാം ഗുണപരമായിട്ടുള്ള ഒരു എനർജി ആണെങ്കിൽ, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് നെഗറ്റീവായി, ഡിസ്ട്രക്റ്റീവായി, മാലിന്യങ്ങൾ നിറഞ്ഞ ആ ഊർജമാണ് നമ്മുടെ. ഈ ഊർജത്തിനെയാണ് ആത്മാവ്, റൂഹ്, സോള് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ സംഗതി പുറത്തേക്ക് വരുമ്പോൾ ഈ ഇരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി നിറഞ്ഞ ഊർജത്തിന് എങ്ങനെയാണ് ഈ അൾട്ടിമേറ്റ് ഫ്ലോ ഓഫ് എനർജിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുക? ഇത് ഡീഇൻറ്റഗ്രിറ്റിയും. ഇതിനെയാണ് ബൈബിളിൽ യേശുദേവൻ വളരെ സിമ്പിളായി മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്, അശുദ്ധാത്മാവ് തിരിച്ചു വരും. എന്നുവെച്ചാൽ നമ്മുടെ ആ ഊർജ്ജം അശുദ്ധമാണെങ്കിൽ അത് തിരിച്ചു വന്ന് അത് പ്യൂരിഫൈ ചെയ്തേ പറ്റൂ, പ്യൂരിഫൈ ചെയ്യിച്ചേ പറ്റൂ. അപ്പൊ അത് ഹിന്ദു വേദഗ്രന്ഥങ്ങൾ, രാമായണത്തിലും ഭാഗവതത്തിലും മഹാഭാരതത്തിലും ഉപനിഷത്തുക്കളിലെ ഇത് കറക്റ്റായിട്ട് പറയുന്നു. അത് റീബർത്ത് എടുക്കും, റീബർത്ത് എടുക്കും, റീബർത്ത് എടുക്കും. റീബർത്ത് എടുക്കുകയോ റീബർത്ത് എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷെ ആ ഊർജം പ്യൂരിഫൈഡ് ഫോം ആയിട്ട് വന്നില്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി, അൾട്ടിമേറ്റ് ഊർജം എന്ന് പറയുന്ന, മലയാളത്തിൽ പറഞ്ഞാൽ പരബ്രഹ്മം, പടച്ചോൻ, പരിശുദ്ധാത്മാവ്, പരബ്രഹ്മം, തമ്പുരാൻ അല്ലെങ്കിൽ യഹോവ, കർത്താവ് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്ന, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അള്ളാഹു, ഏത് വാക്കി പറഞ്ഞാലും ഈ അൾട്ടിമേറ്റ് ഫ്ലോ ഓഫ് ഊർജം സിംഗിളാണ്. യൂണിവേഴ്സലിന്റെ ടോട്ടൽ ഊർജം എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഊർജം സിംഗിളാണ്. പക്ഷെ അതിലേക്ക് പലരും എത്തുന്നത് പല വഴികളിലൂടെയാണ്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് ആയിരക്കണക്കിന് ജാതിമത വ്യവസ്ഥകൾ ഉള്ളതുകൊണ്ട് അവർ പലരും അവരവരുടെ മുൻഗാമികൾ കണ്ടെത്തിയ ആ വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ നമ്മൾ ഇന്ന് സയൻസ് പുരോഗമിച്ചത് കൊണ്ട് തന്നെ, കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ക്ലിയർ ആക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആ യൂണിവേഴ്സൽ ആ ഫ്ലോ എനർജിയിലേക്ക് നമ്മൾ ഏത് വഴി പോയാലും നമ്മൾ അത് പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, സ്വയം പ്യൂരിഫൈ ചെയ്യാൻ ശ്രമിക്കുക, സ്വയം അതിനെ ക്ലീൻ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ
തിരിച്ചു വരാതിരിക്കേണ്ട ഒരവസ്ഥ സംജാതമാകാൻ. അപ്പൊ അശുദ്ധാത്മാവ് തിരിച്ചു വരില്ല, ശുദ്ധമാണ്. അപ്പൊ ഞാൻ ശുദ്ധമാണെങ്കിൽ മോളെ കാണുന്നത് നല്ല കണ്ണിലൂടെ ആയിരിക്കണം. മോളെ കാണുമ്പോൾ ഞാൻ ലൈംഗികതയിലൂടെ കാണുകയും എങ്ങനെ നിന്നെ മിസ്യൂസ് ചെയ്യാമെന്നും നിങ്ങളെ എങ്ങനെ ട്രാപ്പിലാക്കാമെന്നും അതിന് തരുന്ന ഐസ്ക്രീമിലും ചോക്ലേറ്റിലും MDMAയും മറ്റ് കെമിക്കലുകളും ചേർത്ത് മയക്കി നമ്മൾ നശിപ്പിക്കുമ്പോൾ പുറമേ നമ്മൾ നല്ലവരെന്ന് കണ്ടാലും നമ്മുടെ അകം കൊണ്ടൊരു ഡിസ്ട്രക്റ്റീവ്, നാശം, നശിപ്പിക്കൽ, നമ്മുടെ കൂടെയുള്ളവരെ തകർക്കുക എന്നുള്ളൊരു ശീലം തന്നെയല്ലേ നമുക്കുള്ളത്. ആ എനർജിക്ക് ഒരിക്കലും പ്യൂറാവാൻ പറ്റില്ല എന്നല്ല, അതിന് മാനസാന്തരം വന്നെങ്കിലേ അതെന്താ പറ്റൂ, പ്യൂരിഫൈഡ് വെർഷൻ ആവും. അപ്പോൾ ഈ പൂജകളിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ശക്തമായ ഭാഗമാക്കാൻ വേണ്ടി പലരും ചിലപ്പം പാലഭിഷേകം നടത്തിയാണ് ചില അമ്പലങ്ങളിൽ പൂജ നടത്തുക, ഭസ്മാഭിഷേകം നടത്തി ചെയ്യും, പൂക്കൾ കൊണ്ട് ചെയ്യും. പക്ഷെ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് കാണുന്നവനെ ഒരു ഭയങ്കര ഹിസ്റ്റീരിക്കായ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറെ പേര് പാലിന്റെ സ്ഥാനത്ത് രക്താഭിഷേകം നടത്തും. ഇല്ലേ, മനസ്സിലായോ? രക്താഭിഷേകം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരാളിനെ കൊന്ന് അല്ലെങ്കിൽ കട്ട് ചെയ്ത് രക്തമെടുത്ത് രക്തത്തിന്റെ അഭിഷേകമൊക്കെ നടത്തുമ്പോൾ നമ്മളുടെ അകം മൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ലെവലിലേക്കാവും. മനസ്സിലായില്ലേ? ഈ നമ്മളെ അന്ധമായ വിശ്വാസങ്ങൾ, അതാണ് അന്ധവിശ്വാസം. അന്ധമായ വിശ്വാസം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭക്തി കൂടിയ ഭ്രാന്താവുമെന്ന്. ഭക്തി വേണം, പക്ഷെ ഭക്തി കൂടിയാൽ ഭ്രാന്താവും പറയുന്നത്. അപ്പൊ ഈ അന്ധമായ വിശ്വാസത്തിൽ നമ്മൾ രക്തം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അറുത്ത് അല്ലെങ്കിൽ നമ്മളെ വ്യക്തികളെ കൊന്ന് പൂജ നടത്തി അതിൻ്റേതായിട്ടുള്ള ബഹളവും അതിൻ്റെ ഈ ചില പടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ്സും ഇതെല്ലാം കാണുമ്പം സ്വാഭാവികമായി മനസ്സിന് നല്ല കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ടെൻഡർ മൈൻഡുള്ള വ്യക്തികൾ ഇതൊക്കെ കണ്ട് സ്വാഭാവികമായിട്ടൊരു ഭയ അവസ്ഥയിലേക്ക് എത്തും. ഇവർ പിന്നെ ഇതാണ് ശരി എന്നുള്ള തലത്തിലേക്ക് എത്തും. ഇതാണ് അന്ധവിശ്വാസം കയറ്റിപ്പിടിക്കുന്ന സാധനം. അപ്പം അവരോട് അത് നടത്തുന്ന ഉഡായിപ്പായിട്ടുള്ള ചിലർ ഉഡായിപ്പായിട്ടുള്ള ചിലർ പറയും, നിങ്ങളുടെ കുടുംബത്തിന് ഭയങ്കരമായ ഐശ്വര്യം വരണമെങ്കിൽ അവിടെ ഒരു കുഞ്ഞിനെ ബലി നൽകണം. ഇത് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ പണ്ട് പ്രവാചകന്മാരുടെ കാലത്ത് ഈ ബലി നൽകൽ എന്ന് പറയുന്നത് ആടിനെയും പശുവിനെ, അല്ലെങ്കിൽ പശുവിനെ ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ അതൊരു കോൺട്രവേഴ്സിയാവും, ആടിനെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെയാണ് ബലി നൽകിയിരുന്നത്, അല്ലേ? പക്ഷെ ഞാൻ അന്നും ഇന്നും അതിനെ എതിർക്കുന്നു. കാരണം മൃഗം പോലെ ഒരു ജീവിയാണ്, അല്ലേ? നമ്മളെപ്പോലെ ഒരു ജീവിയാണ്, വാഗൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഒരു ആടിനെ അറുത്ത് ബലി നൽകുക എന്ന് പറയുമ്പോൾ ആ ആടിന്റെ രക്തം അവിടെ വീഴുകയാണ്. അപ്പം അതൊരു ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് എന്നോട് ചോദിച്ചാൽ, അങ്ങനെ മൃഗങ്ങളെ കൊന്നുപോലും പൂജ നടത്തുന്നത് തെറ്റാണ്, അത് അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് തന്നെയാണ് വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിരിക്കുന്നത്.